വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ മാനസ്ക്രിപ്റ്റിൻ്റെ പേയ്മെൻറ്റ് ഷിയാമിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് ഓർക്കുന്നില്ലേ? ആ പൈസയും കൊണ്ട് ഷിയാമി റിയോത്തറിനൊപ്പം ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് മോണിറ്റർ റിയോത്തറിനോട് ഫീസ് ആവശ്യപ്പെടുന്നത്. 30 യുവാനായിരുന്നു ഫീസ്. പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ റോത്തറിൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലെന്ന് കണ്ട് ഷിയാമി സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് റോത്തറിൻ്റെ ഫീസ് അടയ്ക്കുന്നു. റോത്തറിന് ചെറിയൊരു അഭിമാന പ്രശ്നം ഉണ്ടായെങ്കിലും അവൾ ഷിയാമിയോട് നന്ദി പറഞ്ഞു. മോണിറ്ററാകട്ടെ പൈസ മൊത്തം കൂട്ടി 1020 യുവാൻ എന്ന് എഴുതി ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് എടുത്തു വെച്ചു. പിന്നീട് കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന റോത്തറിനെയാണ്. അവളുടെ ഫോണിലേക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പൈസ ചോദിച്ച് സഹോദരൻ്റെ ഫോൺ കോൾ വരുന്നു. റൂമിലുള്ള ഷിയായു, മോണിറ്റർ, റോത്തർ എന്നിവരെയാണ് കാണിക്കുന്നത്. ഷിയായുവിൻ്റെ ക്രീം തീർന്നു പോയതിൽ അവൾക്ക് സംശയമുണ്ട്. റോത്തറിന് പിന്നാലെ അവൾ ലോണ്ടറി റൂമിലേക്ക് പോകുന്നു. വീക്കെൻഡിൽ ആരെങ്കിലും നമ്മുടെ മുറിയിൽ കയറിയോ, ക്രീം എടുത്തോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു റോത്തറിൻ്റെ മറുപടി. ഷിയാമിയെ ലിറ്റിൽ സ്റ്റെമ്പ് എന്ന് വിളിച്ച് കളിയാക്കിയ കുട്ടിയും ഉണ്ടായിരുന്നു അവിടെ. ഷിയാമിക്ക് മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്ന സ്വഭാവമുണ്ടെന്ന് അവൾ പ്രചരിപ്പിക്കുന്നു. റോത്തറും ഷിയായും ഇതിനെതിരെ പ്രതികരിക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ഷിയാമി അവിടേക്ക് വരുന്നു. ഷിയായു ക്രീമിൻ്റെ കാര്യം അവതരിപ്പിക്കുന്നു. റോത്തർ ക്രീം എടുത്തത് ഓർമ്മയിലുണ്ടെങ്കിലും ഷിയാമി പുറത്ത് പറഞ്ഞില്ല. പിറ്റേന്ന് സ്കൂളിൽ മോണിറ്റർ കിട്ടിയ പൈസ ഒരു ബുക്കിൽ ആരും കാണാതെ സൂക്ഷിച്ചു വെക്കുന്നു. ഇതിന് പിന്നാലെ ആരോ ക്ലാസ്സിൽ കയറി അത് എടുക്കുന്നു. തിരിച്ച് ക്ലാസ്സിലെത്തിയ മോണിറ്റർ പൈസ കാണാതെ പരിഭ്രമിക്കുന്നു. ക്ലാസ്സിലേക്ക് വന്ന ഷിയാമിയെ ചോദ്യം ചെയ്യുന്നു. ഷിയാമിയുടെ കയ്യിൽ കൃത്യം 1020 യുവാൻ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയത് ഉണ്ടായിരുന്നല്ലോ. ഷിയാമി മോഷ്ടിക്കുമെന്ന് ഡോമിൽ പറഞ്ഞ ന്യൂസ് മോണിറ്ററും അറിഞ്ഞിരുന്നു. എന്നാൽ ഷിയാമി തെളിവ് സഹിതം തൻ്റെ സത്യസന്ധത തെളിയിക്കുന്നു. റോസിയും അവളെ പിന്തുണയ്ക്കുന്നു. റോത്തിയറാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കാം. എന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ ഷിയാമിയെ സപ്പോർട്ട് ചെയ്യുന്നു. CCTV ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് റോസി പോകുമ്പോൾ റോത്തിയർ അത് തടയുന്നതിൽ അവൻ അവളെ സംശയിക്കുന്നുണ്ട്. ക്ലാസ്സിൽ വരുന്ന ടീച്ചറിനോട് മോണിറ്റർ വിഷയം അവതരിപ്പിക്കുന്നു. ഷിയാമിയുടെ നിരപരാധിത്വം ടീച്ചർക്ക് തെളിവ് സഹിതം അവൾ മനസ്സിലാക്കി കൊടുക്കുന്നു. ഷിയാമിയെ കാര്യമില്ലാതെ കുറ്റപ്പെടുത്തിയതിന് മറ്റുള്ളവരെ ചീത്ത പറയുന്നു. മാനുസ്ക്രിപ്റ്റ് നന്നായതിന് ഷിയാമിയെ ടീച്ചർ അഭിനന്ദിക്കുന്നുമുണ്ട്. പൈസ മോഷ്ടിച്ചത് ആരായാലും തിരിച്ചു തരുന്നതായിരിക്കും നല്ലതെന്നും എല്ലാവരെയും അറിയിക്കുന്നു. സീക്രട്ട് ബേസിൽ ഷിയാമിയെയും കൂട്ടി റോസി എത്തുന്നു. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ. ബോർഡിൽ ഷിയാമിയുടെ ലൈഫ് സ്റ്റോറി വെച്ച് റോസി ഒരു മാജിക് തന്നെ ഒരുക്കി വെച്ചിരുന്നു. അവർ മോഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ റോത്തിയർ ആകാം ഇതിന് പിന്നിലെന്ന് റോസി പറയുന്നുണ്ടെങ്കിലും അത് പുറത്ത് ഒളിച്ചു നിന്ന് റോത്തിയർ കേൾക്കുന്നു. ഒന്നും അറിയാത്ത മട്ടിൽ റോത്തിയർ റൂമിലേക്ക് വരുന്നു. നടന്ന സംഭവങ്ങൾ അറിഞ്ഞ് ഫാനിയാൻ ജുനിയോടൊപ്പം ഓടി കിതച്ച് ആ റൂമിലെത്തി ഷിയാമിയുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നു. അവളെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഷിയാമി ഓക്കെയാണ്. കുറ്റവാളിയെ കണ്ടെത്താൻ റോസി മുൻകൈ എടുക്കുന്നു. ഒപ്പം ഫാനിയാനും ഉണ്ട്. മോണിറ്ററോട് യാൻ ചില വിവരങ്ങൾ ചോദിച്ചറിയുന്നു. തന്ത്രപൂർവ്വം റോസിയും കൂട്ടരും CCTV പരിശോധിക്കുന്നു. റോത്തറിനെ അതിൽ കാണുന്നു. ഇതേസമയം എടുത്ത പൈസ ആരുമില്ലാത്ത തക്കം നോക്കി റോത്തിയർ മോണിറ്റർ ടേബിളിൽ വെക്കുന്നു. തിരിച്ചു വന്ന മോണിറ്റർ ഇത് കണ്ട് അലറുന്നു. റോത്തിയർ പുറത്തു വരുന്ന സമയം റോസിയും കൂട്ടരും അവളോട് CCTVയിൽ കണ്ടത് പറയുന്നു. മാത്രമല്ല 1020 യുവാൻ ഷിയാമിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് റോത്തിയർ ആണെന്ന് മോണിറ്റർ ഫാനിയാനെ അറിയിച്ചത് റോസി റിയോത്തറിനോട് പറയുന്നു. ലഞ്ച് ടൈമിൽ റോസി, ഷിയാമി, ഫാനിയാൻ എന്നിവർ റിയോത്തറിനെ ഒഴിവാക്കി ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ഷിയാമി അവളുടെ അടുത്ത് പോയിരിക്കുന്നു. പിന്നാലെ യുവാനും റോസിയും. റോത്തിയർ താൻ നിരപരാധി എന്ന മട്ടിൽ ഷിയാമിയോട് സംസാരിക്കുന്നത് റോസിക്ക് തീരെ പിടിക്കുന്നില്ല. ഷിയാമിക്ക് പേയ്മെൻറ്റ് കിട്ടിയത് സന്തോഷം കൊണ്ട് മോണിറ്ററിനെ അറിയിച്ചതാണെന്ന് അവളുടെ വാദം. ചിലവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കരോക്കയ്ക്ക് പോകാമെന്ന് ഷിയാമി പറയുന്നു. ഡയോൻ്റെ കരോക്കെ ബാറിലാണ് അവർ പോയത്. ശേഷം അവരവിടെ പാടി തിമിർക്കുന്നു. റോത്തിയർ പാടുമ്പോൾ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഷിയാമിയുടെ പാട്ടാണെങ്കിൽ ആർക്കും സഹിക്കുന്നില്ല. ഡയോന് റോത്തറിനോട് ക്രഷ് ഉണ്ട് കേട്ടോ. റോസി ഷിയാമിക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഡയോ ആണെങ്കിൽ റോത്തിയർ പാടുന്നത് ഫോട്ടോസ് എടുക്കുന്നു. ശേഷം എല്ലാവരും ഒന്നിച്ച് പാട്ട് പാടുന്നു. ന്യൂ ഇയർ ഈവ് സെലിബ്രേഷൻസ് സ്കൂളിൽ തുടങ്ങി. ഷിയാമിയും റോസിയും നടക്കാൻ ഇറങ്ങുന്നു. അവർ തമ്മിൽ കെമിസ്ട്രി നന്നായി വർക്കൗട്ട് ആവുന്നുണ്ടല്ലേ. റിവേഴ്സ് ഈവും റോസിയുടെ ബർത്ത്ഡേയും ഒരേ ദിവസമാണ്. ഷിയാമിയുടെ കാർഡ് വേണം അവൻ ആദ്യം കിട്ടാൻ. അതറിയിക്കാനാണ് റോസ് ഷിയാമിയെയും കൂട്ടി നടക്കാൻ ഇറങ്ങിയത്. അവൾക്കാണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേ അറിയപ്പോലും ഉണ്ടായിരുന്നില്ല. ശേഷം ഒരു സ്ലോപ്പ് സ്ലൈഡ് എന്നും പറഞ്ഞ് ഷിയാമി അതിൽ കളിക്കുന്നു. റോസിയെയും വിളിക്കുന്നു. എന്നാൽ അതിനിടയ്ക്ക് അവളുടെ പാൻറ് കീറുന്നു. റോസി തൻ്റെ കോട്ടൂരി അവൾക്ക് അരയ്ക്ക് ചുറ്റും കെട്ടിക്കൊടുക്കുന്നു. ശേഷം വാഷ്റൂമിൽ പോയി സ്വന്തം പാൻസ് ഊരി അവൻ അവൾക്ക് നൽകുന്നു. അവൻ അവളുടെയും ധരിക്കുന്നു. ഷിയാമിക്ക് പാൻസ് ലൂസും റോസിക്ക് പാൻസ് ടൈറ്റും. തിരിച്ചവർ വീട്ടിലേക്ക് നടക്കുന്നതിനിടെ മിസ്റ്ററായി കൈയോടെ പൊക്കുന്നു. പിറ്റേന്ന് സ്കൂളിൽ അവരെ വിസ്തരിക്കുന്നു. നടന്ന സംഭവങ്ങൾ പറഞ്ഞെങ്കിലും അയാൾ വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് റോത്തിയർ വയറുവേദനയെന്നും പറഞ്ഞു വരുന്നത്. റോസി അവളെ എടുത്ത് ഇൻഫർമറിയിലേക്ക് ഓടുന്നു. മിസ്റ്റർ ഡായുടെ കയ്യിൽ നിന്നും റോത്തിയർ അവരെ രക്ഷപ്പെടുത്തുന്നു. ഫുഡ് അലർജി കാരണമാണ് റോത്തിയറിന് വയറുവേദന വന്നത്. അപ്പോഴേക്കും യുവാനും വന്നു. പോറേജ് വാങ്ങിത്തരാമെന്ന് റോസി റോത്തറിനോട് പറയുന്നു. അവൾ ക്ലീൻ ചെയ്യുമ്പോൾ പോറേജ് റോസി അവൾക്ക് കൊടുക്കുന്നു. എന്നാൽ ഭക്ഷണവുമായി വന്ന ഷിയാമി ഇത് കാണുന്നു. അവിടെയുണ്ടായിരുന്ന കുട്ടികൾ അവരെ ഗോസിപ്പ് അടിക്കുന്നത് കേൾക്കുമ്പോൾ അവൾ തിരികെ പോകുന്നു.
തങ്ങളെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് താനിങ്ങനെ പ്രവർത്തിച്ചതെന്ന് റോസി റിയോത്തറിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. എന്നാൽ തെറ്റിദ്ധരിക്കാതിരിക്കണമെങ്കിൽ റോസി ഒരു ഗിഫ്റ്റ് തന്നാൽ മതിയെന്നും തിരിച്ച് താനും ഒരു ഗിഫ്റ്റ് തരാം, അതോടെ കടം തീർന്നല്ലോ എന്നും റോത്തിയർ പറയുന്നു. നിർബന്ധിച്ച് റോസിയെ അതിനെ സമ്മതിപ്പിക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. റോസി റിയോത്തറിന് ഗിഫ്റ്റ് കൊടുക്കുമോ എന്നറിയണ്ടേ? എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ.